നമസ്കാരം, ഞാൻ കിളിയൂർ അജിത്ത്. കിളിയൂർ ടാക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് മണക്കാട് എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തെക്ക് മാറി മണക്കാട് എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നു. മണക്കാട് എന്ന സ്ഥലനാമം എങ്ങനെ സിദ്ധിച്ചു എന്ന് ആദ്യം പരിശോധിക്കാം. സ്വൈരസങ്കേതം തേടിയെത്തിയ മണയന്മാർ അധിവസിച്ച പ്രദേശം മണങ്കാടെന്നും പിന്നീട് മണക്കാടെന്നും അറിയപ്പെട്ടു എന്നാണ് ഒരു പക്ഷം. ആരാണ് ഈ മണയന്മാർ? ശ്രമണനും ചമണനും മണയനുമൊക്കെ ഒന്ന് തന്നെ. അതായത് ബുദ്ധജൈന ഭിക്ഷുക്കളെയാണ് മണയനെന്നും ശ്രമണനെന്നുമൊക്കെ വിളിച്ചിരുന്നത്. അനന്തം കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് മണക്കാട്. അതുകൊണ്ട് തന്നെ മണക്കാടും ഒരു കാലത്ത് കാടായിരുന്നിരിക്കാം. മാത്രമല്ല, തിരുവനന്തപുരം ഒരു കാലത്ത് ജൈന സങ്കേതമായിരുന്നതായി സൂചനയുണ്ട്. മണലിയും മണലൂരുമൊക്കെ ബുദ്ധജൈന സങ്കേതങ്ങളാണെന്ന വസ്തുതയും വിസ്മരിക്കരുത്. ഇനി മറ്റൊരു സാധ്യതയുള്ളത് ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ്. തീരദേശവുമായി ചേർന്ന് കിടക്കുന്ന മണക്കാട് പ്രദേശം പണ്ട് മണൽക്കാടായിരുന്നു എന്നാണ് മറ്റൊരു പക്ഷം. 1904 റവന്യൂ സെറ്റിൽമെന്റ് രജിസ്റ്ററിലും ഈ പരാമർശമുണ്ട്. തരിശു നിലങ്ങളായ മണൽക്കുന്നുകൾ നിറഞ്ഞ പ്രദേശമാണ് മണക്കാട് പ്രദേശം എന്നാണ് സെറ്റിൽമെന്റ് രജിസ്റ്റർ വ്യക്തമാക്കുന്നത്. അധികം ആൾപ്പാർപ്പില്ലാത്ത വിജനമായ പ്രദേശമായിരുന്നു ഒരു കാലത്ത് മണക്കാട്. ഉമേമ റാണിയുടെ ഭരണകാലത്ത് 1680 തിരുവിതാംകൂർ കൊള്ളയടിക്കാനെത്തിയ മുകിലൻ പട തമ്പടിച്ചത് മണക്കാടായിരുന്നു. അക്കാലത്ത് ഉമേമ റാണി എട്ടുവീട്ടിൽ പിള്ളമാരെ പേടിച്ച് നെടുമങ്ങാടായിരുന്നു താമസം. തിരുവിതാംകൂറിൽ നിരവധി കൊള്ളകൾ നടത്തിയ മുകിലൻ മതപരിവർത്തനത്തിനും ശ്രമം നടത്തി. മാത്രമല്ല, തോവാളം മുതൽ ഇടവ വരെയുള്ള പ്രദേശം തൻ്റെ അധീനതയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അക്കാലത്ത് തിരുവിതാംകൂറിന് കാര്യമായ സൈനിക പിൻബലം ഉണ്ടായിരുന്നില്ല. മുകിലനാകട്ടെ ശക്തമായ കുതിരപ്പടയുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയായിരുന്നു മുഗളന്റെ കരുനീക്കം. എന്നാൽ തദ്ദേശീയരായ മുസ്ലിങ്ങളും പടാണികളും രാജ്യ താൽപര്യം മുൻനിർത്തി പ്രവർത്തിച്ചതിനാൽ മുഗളനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞു. ഇതിനിടെ മുഗളനെ തുരത്താൻ റാണി ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അക്കാലത്ത് ഇവിടെ തീർത്ഥാടനത്തിനെത്തിയ കോട്ടയം കേരളവർമ്മയുടെ സഹായം അവർ തേടി. കേരളവർമ്മയെ രാജകുടുംബത്തിലേക്ക് ദത്തെടുക്കുകയും ഹിരണ്യനല്ലൂർ രാജകുമാരൻ എന്ന പദവി നൽകുകയും ചെയ്തു. തുടർന്ന് കേരളവർമ്മ മുഗളനെ തുരത്തുകയും തമിഴ്നാട്ടിലെ തിരുവട്ടൂർ മലയിൽ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. മുഗളൻ അക്കാലത്തെ മധുര നായ്ക്കന്റെ പടത്തലവനായിരുന്നു എന്നും സ്വന്തം നിലയിൽ തിരുവനന്തപുരം പിടിക്കാൻ പടയുമായി എത്തിയതാണെന്നും ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ആരു ക്ഷണിച്ചാലും കൂലിക്ക് പടവെട്ടാൻ പോവുകയും യുദ്ധമില്ലാത്തപ്പോൾ ഗ്രാമങ്ങളും ക്ഷേത്രങ്ങളും കൊള്ളയടിക്കാൻ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സംഘത്തിന്റെ തലവനായിരുന്നു മുഗളനെന്ന് അഭിപ്രായമുള്ളവരുമുണ്ട്. രാമവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്താണ് മണക്കാട് ചന്ത ആരംഭിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ചില മുഹമ്മദീയരാണ് ഇവിടെ തമ്പടിച്ചുകൊണ്ട് വ്യാപാരം ആരംഭിച്ചത്. താൽക്കാലിക കൂടാരങ്ങളും ഓലപ്പുരകളും കെട്ടിയുണ്ടാക്കിയായിരുന്നു വ്യാപാരം. വെടിമരുന്നും തോക്കുമടക്കം എല്ലാവിധ സാധനങ്ങളും ഇവിടെ ലഭ്യമായിരുന്നു. മണക്കാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രം അതിപുരാതനമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം അതിന് പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. മണക്കാട് ചാത്തൻകോവിൽ എന്നായിരുന്നു ഒരു കാലത്ത് പ്രശസ്തി. ക്ഷേത്രക്കുളം നിർമ്മിച്ചതും മണ്ഡപത്തിൽ വാഹനപ്രതിഷ്ഠ നടത്തിയതും മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. ധർമ്മരാജാവിൻ്റെ കാലത്ത് പുതുക്കിപ്പണിതു. 1942 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിന് എതിർവശത്ത് പ്രവർത്തിച്ചിരുന്ന മഹാരാജാസ് ഗേൾസ് ഹൈസ്കൂൾ മണക്കാട്ടേക്ക് മാറ്റി സ്ഥാപിച്ചു. സ്കൂൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് സംസ്കൃത കോളേജ് സ്ഥാപിക്കുന്നതിനും മണക്കാട്ടെ വിദ്യാഭ്യാസ സൗകര്യം മെച്ചപ്പെടുത്താനും വേണ്ടിയായിരുന്നു ഈ നീക്കം. കാവും കുളങ്ങളും ശ്മശാനവും നിറഞ്ഞ കുറ്റിക്കാട് പ്രദേശം വെട്ടിത്തെളിച്ച് സ്കൂൾ മന്ദിരങ്ങൾ നിർമ്മിച്ചു. 1942 ജൂൺ 12 അന്നത്തെ ദിവാൻ CP രാമസ്വാമി അയ്യരാണ്
ലക്ഷ്മിബായി കാർത്തിക തിരുനാൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ ഫോർ ഗേൾസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഒരു കാലത്ത് തിരുവിതാംകൂർ കുതിരപ്പട്ടാളത്തിൻ്റെ പ്രധാന പാളയം മണക്കാടായിരുന്നു. മണക്കാട്ടെ പടാണികൾ ചിലമ്പം, ഗുസ്തി എന്നിവയിൽ മികവ് തെളിയിച്ചവരാണ്. ശാസ്തമംഗലം ഘോഷയാത്രയ്ക്ക് സഞ്ചരിക്കാൻ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന തങ്കത്തേര് നിർമ്മിച്ച മണക്കാട് മൂത്താശാരി മുതൽ ഒട്ടേറെ ദന്തദാരു ശില്പ വൈദഗ്ധ്യമുള്ള കലാകാരന്മാർ താമസിച്ചിരുന്ന പ്രദേശം കൂടെയാണ് മണക്കാട്. പ്രശസ്ത വൈദ്യന്മാരും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരുമായിരുന്ന വെളുത്തേരി കേശവൻ വൈദ്യരും പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യരും മണക്കാടിൻ്റെ സംഭാവനയാണ്. മറ്റൊരു ദേശചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.